ഹലോ ഗൈസ്, എല്ലാവർക്കും മമ്മു സോങ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. അപ്പോൾ എല്ലാവരും നമ്മൾ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണം. അടുത്തുള്ള ആ ബെല്ലൈക്കൺ ഒന്ന് അമർത്തിയിട്ട് നമ്മളൊന്ന് പ്രോത്സാഹിക്കണേ. പിന്നെ നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് വേറെ ഒന്നല്ല, കപ്സയാണെന്ന്. അടിപൊളി ഒരു കപ്സയുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ കുക്കിങ്ങിലോട്ട് പോവാം. ഓക്കെ, ഹലോ ഗൈസ്, അപ്പോൾ നമുക്ക് നേരെ കപ്സ ഉണ്ടാക്കാനുള്ള സെറ്റിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് ഓരോ സാധനങ്ങളായിട്ട് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ആദ്യമായി എടുത്തത് ഏലക്കയാണ്. കുറച്ച് ഏലക്ക ഇട്ടിട്ടുണ്ട്. 2 കഷ്ണം പട്ട. നമുക്ക് കപ്സ് ഉണ്ടാക്കുമ്പോഴേ അധിക സാധനങ്ങളൊന്നും വേണ്ട കേട്ടോ, കുറച്ച് സാധനങ്ങൾ വേണ്ട. ഒരു ബ്ലാക്ക് നാരങ്ങ, മാഗി ക്യൂബാണ് കേട്ടോ. കുറച്ച് ഗ്രാമ്പു. മാഗി ക്യൂബേ ഫുള്ള് വേണ്ട, നമുക്കൊരു കട്ട മതി കേട്ടോ. അത് കാണിച്ചു തന്നേ ഉള്ളൂ, ഒരു കട്ട. ഇത് 1-2 ഉണ്ടാകുക, അപ്പോൾ ഒരു കട്ട മതി നമുക്ക്. ഓക്കെ, ഇനി അതിലേക്ക് വേണ്ട നമുക്ക് ഒരു പകുതി തക്കാളി, 2-3 പച്ചമുളക്. ഓക്കെ, തക്കാളി നമുക്ക് മിക്സിയിലിട്ട് അടിക്കണം കേട്ടോ, എന്നിട്ട് വേണം അതിൽ വയ്ക്കാൻ. ഓക്കെ, ഞാൻ അതിലേക്ക് എടുക്കുന്നത് പകുതി ചിക്കനാണ്. 2 ഗ്ലാസ് അരിയേ ഞാൻ എടുത്തുള്ളൂ. ഒരു പകുതി ചിക്കൻ ഞാൻ അതിലേക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ 2 ഗ്ലാസ് അരി ഞാൻ വെള്ളത്തിട്ട് കുതിർത്താൻ വെച്ചിട്ടുണ്ട്. ബസ്മതി അരിയാണ് കേട്ടോ. ബസ്മതി പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ വലിയ നീളമുള്ളതല്ല, ഇവിടെ ചെറിയ മീഡിയം സൈസാണ്. അപ്പോൾ വെള്ളത്തിലിട്ടാൽ അധികം നീളമൊന്നും വെക്കില്ല. 2 ഗ്ലാസ് ഞാൻ എടുത്തിട്ടുണ്ട്. ഒരു പകുതി ചിക്കനോ, 1 കിലോൻ്റെ ചിക്കനാണ് അതിൻ്റെ പകുതി. അപ്പോൾ നമുക്ക് 1 മണിക്കൂറോളം അരി വെള്ളത്തിട്ട് കുതിർക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇനി ബാക്കിയുള്ള ഇതിലേക്ക് നമുക്ക് പോകാം, കുക്കിങ്ങിലേക്ക് പോകാം. ഇനി പറഞ്ഞിട്ട് കാണിച്ചു തരാം. ഇതിലേക്ക് കുറച്ച് മുന്തിരി എടുത്തിട്ടുണ്ട് കേട്ടോ. മുന്തിരി ഉണക്കമുന്തിരിയാണ്. ചെറിയ ഉള്ളി. ഓക്കെ, നമ്മൾ ഒരു പാത്രം അടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് നേരെ ഇനി കുക്കിങ്ങിലോട്ട് പോകാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ഓയിൽ വെച്ചെടുക്കാം. ഒരു 50 ഗ്രാം ഓയിൽ കേട്ടോ. നമുക്ക് നേരത്തെ എടുത്ത് വെച്ചാൽ മസാല കൂട്ടില്ലേ, അത് അതിലേക്ക് ഇടാം. ഞാൻ കുറച്ച് പെരുംജീരകം എടുത്തിട്ടുണ്ട് കേട്ടോ. അത് നേരത്തെ ഇടുന്നത് കാണിക്കാൻ മറന്നുപോയി. നമുക്ക് നേരെ ഇനി അത് ഓയിലിലേക്ക് ഇട്ട് കൊടുക്കാം. ഒന്ന് മൂത്ത് വന്നു. അപ്പം നമുക്ക് അതിലേക്ക് അരച്ച് വെച്ച തക്കാളിയാണ് ഇട്ടത്. ഓക്കെ, ഇതിലേക്ക് നമ്മൾ മാഗി ക്യൂബ് ഇട്ട് കൊടുക്കാം. ഇന്ന് ഇളക്കി സെറ്റാക്കാം. മുന്തിരി ഇങ്ങനെ ഇട്ട് കൊടുത്താൽ നമുക്ക് വേറെ ടേസ്റ്റ് തന്നെ ഇതിൽ കിട്ടും. അപ്പം നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കിയാലേ നിങ്ങൾക്കത് അറിയുള്ളൂ. അതിനുശേഷം നമുക്ക് ഒരു 3 കപ്പ് വെള്ളം, ഏത് കപ്പിലാണ് നിങ്ങൾ വെള്ളം എടുത്തെന്ന് വെച്ചാൽ, അല്ല അരി എടുത്തെന്ന് വെച്ചാൽ, ആ കപ്പിന് 2 കപ്പ് 3 കപ്പ് വെള്ളം ഒഴിക്കുക. 2 കപ്പ് അരിക്ക് 3 കപ്പ് വെള്ളം. ഓക്കെ, ഇപ്പൊ 3 കപ്പ് വെള്ളം ഞാൻ ഒഴിച്ചിട്ടുണ്ട്. പാകത്തിനുള്ള ഉപ്പൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. സ്കിന്നോട് കൂടിയ ചിക്കൻ ഞാൻ എടുത്തിട്ടുള്ളത്. 2 പീസാണ് ഞാൻ ആകെ ആക്കിയിട്ടുള്ളൂ. അപ്പൊ ഇതിന് നേരെ നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഉപ്പ് കുറച്ചേ ഞാനിട്ടുള്ളൂ, കാരണം ആ മാഗി ക്യൂബിൽ ഉപ്പ് ഉണ്ടാവും. അപ്പൊ അത് നോക്കിയിട്ട് വേണം ഇടാൻ വേണ്ടി കേട്ടോ. ഞാൻ ചോറിലേക്കുള്ള ഉപ്പ് മാത്രമേ ഇട്ടുള്ളൂ. ഓക്കെ, അപ്പൊ തിളച്ച് വരുന്നുണ്ട്. അപ്പൊ നമുക്കത് മൂടിക്കാം കുറച്ച് നേരം, ഒരു 5 മിനിറ്റ് മൂടി വയ്ക്കാം. ഓക്കെ, നല്ലോണം തള വന്നാൽ നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കണം കേട്ടോ. അപ്പൊ 5 മിനിറ്റ് ആയിട്ട് നമുക്ക് തുറന്നു നോക്കാവുന്ന. അപ്പൊ നമ്മളെ ചിക്കനൊക്കെ ഒന്ന് ഒരു 3/4 വേവൊക്കെ ആയിട്ടുണ്ട്. നമുക്ക് ഇനി ചിക്കൻ നമുക്ക് ഇത് നിൽക്കണം കേട്ടോ. ഇനി നമുക്ക് അതിലേക്ക് അരി ഇട്ട് കൊടുക്കാം. ഒന്നും ഇളക്കി കൊടുക്കാം. വെള്ളം പാകത്തിനുണ്ട്. ഈ ഫ്ലെയിം കൂട്ടി കൊടുക്കാം. ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് ഇപ്പോൾ ഞാൻ കാണിച്ചു തന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഇതുപോലെ നമുക്ക് ചെയ്തു നോക്കണം. നല്ല വെട്ടി തിളക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ നമുക്കിത് അടച്ചു വെച്ചിട്ട് ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കണം കേട്ടോ. അപ്പോൾ നല്ലോണം വെട്ടി തിള തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് അടച്ചേക്കാം. ഒരു 5 മിനിറ്റ് നമുക്ക് സ്ലോയിൽ വെക്കാം കേട്ടോ. നമുക്ക് 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് തുറന്നു നോക്കാം. വാ,
സെറ്റ് ആയിട്ടുണ്ട്. ഒന്ന് ഇളക്കി നോക്കാം നമുക്കൊന്ന്. തീ നോക്കണം, എപ്പോഴും കൂട്ടി വെക്കരുത്, കമ്മിയാക്കിയിട്ട് വെക്കണം. നമുക്ക് ഇനി ഇത് വേവാനുള്ള ഒരു വെള്ളം ഇതിലുള്ളൂ, ചെറിയ തോതിൽ. നമുക്ക് ആ സമയത്ത് അതിലേക്ക് 2-3 മുളക് അതിലേക്ക് കുത്തി വെച്ച് കൊടുക്കാം. ഓക്കെ, ഇത് നമുക്ക് അത് അടച്ചു വെക്കാം ഒരു 5 മിനിറ്റും കൂടെ. ഏറ്റവും ലോയിൽ വെക്കണേ. ഗൈസ്, നമ്മൾ 5 മിനിറ്റ് ആയിട്ടുണ്ട്, സാധനം റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് ഇറക്കി നോക്കാം. അടിക്കൊന്നും പൊടിച്ചിട്ടില്ല. അപ്പോൾ സംഗതി സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇയാൾ ഇറക്കി വെച്ചിട്ട് നമുക്കൊരു പാൻ എടുത്ത് അടുപ്പത്ത് വയ്ക്കാം. ഓക്കെ, അപ്പോൾ ഒരു പാൻ എടുത്ത് ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് ഓയിൽ ഒഴിക്കാം അതിലേക്ക്. അതിലേക്ക് കുറച്ച് ഓയിൽ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മളെ ചിക്കനെ വെള്ള കളറല്ലേ, അപ്പം അതൊന്ന് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ചിക്കനെ നമ്മൾ അതിലേക്ക് വെച്ചു കൊടുക്കാം. നമുക്ക് 2 മിനിറ്റ് പാത്രം വെച്ച് അടച്ചു വെക്കാം. കിടന്നത് ഒന്ന് സെറ്റാവട്ടെ. ഇപ്പോൾ ഒന്ന് മറച്ചിട്ടിട്ടുണ്ട്, ഇത് കുറേ ആയിട്ടുണ്ട്. മറ്റേ വറവും കൂടെ ഒന്ന് ആയിക്കഴിഞ്ഞാൽ നമുക്കിതിനെ മാറ്റാം. ഞാൻ 2 കുറവായിട്ടുണ്ട്, നമുക്ക് നേരത്തെ മാറ്റാറുണ്ട്, ചോറിലേക്ക് മാറ്റാം. ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ചെറിയൊരു പണിയും കൂടി ഉണ്ട്. നേരത്തെ ഉള്ളി ചെറുതാക്കി നൈസാക്കി അരിഞ്ഞിട്ടുണ്ട്. അതിനെ നമുക്ക് വാട്ടി സെറ്റാക്കി എടുക്കണം. കപ്സയുടെ ടേസ്റ്റേ മാറ്റി വിടുന്നതാണ് ഇത്. അതൊന്ന് വാട്ടിയെടുക്കാം. നമ്മളെ ചിക്കൻ അതിൽ തന്നെയാണ് ചെയ്യുന്നത്, അപ്പൊ അതിന്റെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ കയറും. ഒന്നിട്ട് വാടി വരുമ്പോൾ നമുക്ക് കുറച്ച് നെയ്യ് കഴിക്കിട്ട് കൊടുക്കാം. അപ്പൊ നമ്മൾ സാധനം ഉള്ളി സെറ്റായിട്ട് നമുക്ക് അതിലേക്ക് ഇടാം. കപ്സ റെഡി ആയിട്ടുണ്ട്. ഈ ഉള്ളിയായിട്ട് അതിന്റെ ടേസ്റ്റ് ഈ ചോറിന്റെ കൂടെ കഴിക്കാൻ. കപ്സ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ അടിപൊളി കപ്സയാണ്. എല്ലാവരും ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ, സൂപ്പർ സാധനമാണ്. വളരെ ഈസിയായി ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും അടുത്തൊരു വീഡിയോ ആയി വരുന്നതായിരിക്കും. ബൈ ബൈ.